Good morning. Good morning and welcome to today's session. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് അൺഅക്കാഡമിയുടെ എൻ്റെ ലാസ്റ്റ് സെഷനാണ്, അവസാനത്തെ സെഷനാണ്. ഇന്നത്തോടെ എൻ്റെ അൺഅക്കാഡമി ജീവിതം അവസാനിക്കുകയാണ്. മൈ ഫൈനൽ സെഷൻ ടുഡേ. ആൻഡ് അപ്പോൾ CGL എക്സാമും CHSL എക്സാമും എല്ലാ SSC എക്സാംസും എഴുതാൻ പോകുന്ന ആളുകൾക്ക് എൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഒന്ന് നമ്മൾ ഈ CGL എക്സാമിന് അത്യാവശ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുമ്പോൾ. സ്പോട്ട് തിയറി. അപ്പോൾ ഇതെന്തുകൊണ്ട് നമ്മൾ കുറേ ക്ലാസ്സുകളായിട്ട് കുറേ സെഷൻസായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ റെപ്പിറ്റേഷൻ അല്ലേ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരുപാട് നടക്കുന്നതാണ്. ഇപ്പോൾ SSC നടത്തുന്ന പരീക്ഷകളിൽ ഒരു സെക്കൻഡ്, എന്താണിത്? എന്താണ് ഈ ലാഗിൻ്റെ ഒരു അർത്ഥം? എന്താണ് ഈ ലാഗ്? എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ട് ഈസ് ഹാപ്പനിങ്? ഒരു ലാഗ് ഉണ്ടല്ലോ. അത് എൻ്റെ മൊബൈലിൽ തോന്നുന്ന ലാഗാണോ അതോ നിങ്ങൾക്ക് സ്ട്രീമിൽ തോന്നുന്ന ലാഗാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഐ എം നോട്ട് ഷുവർ. യെസ്, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. റൈറ്റ്. അപ്പോൾ ഇനി പ്രശ്നമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. റൈറ്റ്. അപ്പോൾ സ്പോട്ട് തിയറി. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ SSCയിലെ മറ്റു പരീക്ഷകളിൽ ഇപ്പോൾ CGL നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, CHSL ആണെങ്കിലും MTS, GD കോൺസ്റ്റബിൾ, സെലക്ഷൻ പോസ്റ്റ്, ഇതുപോലത്തെ എക്സാംസിലെല്ലാം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാം, ഇതിൽ റിപ്പീറ്റ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യാം. അത് മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും. മാത്സിലൊക്കെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് അങ്ങനെ ചെയ്യണം. മാത്സ് പഠിക്കുമ്പോൾ മറ്റ് പരീക്ഷകളിൽ റീസെൻ്റ് ആയിട്ട് SSC നടത്തിയ മറ്റ് എക്സാംസിലെ പാറ്റേൺ ശ്രദ്ധിക്കുക. ആ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവുക. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പിന്നെ അങ്ങനെ അതുപോലെ നോക്കേണ്ട ആവശ്യമില്ല. പാറ്റേൺ ഒരു തരത്തിലും മാറാൻ പോകുന്നില്ല. പണ്ട് ഉപയോഗിച്ച അതേ പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ വരൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത്തവണ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ട് മുമ്പായിട്ട് എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ SSC റെയിൽവേ എക്സാംസിലാണ് എൻ്റെ ടീച്ചിങ് ഉള്ളത്. ഓൾമോസ്റ്റ് 2 years ഓഫ് ഓൺലൈൻ ടീച്ചിങ് എക്സ്പീരിയൻസ്. മൊത്തം ടോട്ടലായിട്ട് ഒരു 4 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. ഇംഗ്ലീഷ് മാത്സാണ് എൻ്റെ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ അൺഅക്കാഡമിയിൽ 2 ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് റേസ് എ ഹാൻഡ് ഫീച്ചറും അതുപോലെ ആസ്ക് എ ഡൗട്ട് ഫീച്ചറും. റേസ് എ ഹാൻഡ് ഫീച്ചറിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അൺഅക്കാഡമി ആപ്പിലും വെബ്സൈറ്റിലും ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ റേസ് എ ഹാൻഡ് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എഡ്യൂക്കേറ്റർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററിനോട് നേരിട്ട് സംസാരിക്കാം. നേരിട്ട് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേറ്ററിനോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും എഡ്യൂക്കേറ്ററും ലേണറും തമ്മിലുള്ള ഒരു അന്തരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ പറയുന്ന ഫീച്ചേഴ്സൊക്കെ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ആസ്ക് എ ഡൗട്ട്. അത് ക്ലാസ്സിൻ്റെ സമയത്തുള്ളതല്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടത് അറിയില്ല, ഒരു ചോദ്യം എങ്ങനെ സോൾവ് ചെയ്യണം എന്നറിയില്ല. അതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അത് ആ ക്വസ്റ്റ്യൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. അപ്ലോഡ് ചെയ്താൽ ഉടനെ തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇത് വളരെ ഫ്രീ ആണ്. ഇതിനൊരു യാതൊരു ചാർജും ഇല്ല. വളരെ അബ്സല്യൂട്ട്ലി ഫ്രീ. നിങ്ങൾക്ക് ഒരു തവണ 3 ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ചോദ്യങ്ങളുടെ സൊല്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് 2 അഡീഷണൽ ഡൗട്ട്സും ചോദിക്കാം. അതാണ് ആസ്ക് എ ഡൗട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഫീച്ചേഴ്സും ഞാൻ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേറ്ററും ലേണറും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലേണേഴ്സിന് ഒരുപാട് ടീച്ചിങ് ഡൗട്ടുകൾ ചോദിക്കുക, സംശയം ചോദിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് എത്രയും എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടിലും നിങ്ങളുടെ ഡൗട്ടുകൾക്ക് പ്രയോറിറ്റി ലഭിക്കണമെങ്കിൽ ഐക്കോണിക് എന്നൊരു സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ആസ്ക് എ ഡൗട്ട് ഫീച്ചറിലും അതുപോലെ റേസ് എ ഹാൻഡ് ഫീച്ചറിലും നിങ്ങളുടെ ഡൗട്ടിനായിരിക്കും ഫസ്റ്റ് സോൾവ് ചെയ്യപ്പെടുക. നിങ്ങളുടെ ഡൗട്ടായിരിക്കും ആദ്യം സോൾവ് ചെയ്യുക. ക്ലാസ് കിട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ റേസ് ഹാൻഡ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേസ് എ ഹാൻഡ് റിക്വസ്റ്റ് ആണ് ആദ്യം എഡ്യൂക്കേറ്റർ കാണുക. അതുപോലെ തന്നെ ആസ്ക് എ ഡൗട്ടിൽ നിങ്ങളുടെ ഡൗട്ടായിരിക്കും എഡ്യൂക്കേറ്റർ കാണുക. ഈ ഐക്കോണിക് എന്ന് പറയുമ്പോൾ 6 മാസത്തേക്ക് നിങ്ങൾ പേ ചെയ്യേണ്ടത് 6480 ആണ്.
ഒരു വർഷത്തേക്കാണെങ്കിൽ 7800, 2 വർഷത്തേക്കാണെങ്കിൽ 9360. ഈ ഐക്കോണിക് എന്ന് പറയുന്നത് പ്ലസിനേക്കാൾ കുറച്ച് ഒരു 2 ഫീച്ചർ എക്സ്ട്രാ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലാണ് പൈസ, കുറച്ച് കോസ്റ്റ്ലി ആണ്. പക്ഷേ ഈ 2 എക്സ്റ്റേണൽ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രയോറിറ്റി ലഭിക്കാൻ വേണമെങ്കിൽ ഐക്കോണിക് എടുത്താൽ മതി. ഇനി പ്ലസിലേക്ക് വരുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ല. പ്ലസിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ആദ്യം പറയാം. SSC പ്ലസ് എടുക്കുകയാണെങ്കിൽ SSC എഡ്യൂക്കേറ്റേഴ്സ്, നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് SSC എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കോഴ്സുകളാണ് നിൽക്കട്ടെ. ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ SSCയുടെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ SSC CGL എക്സാമിൻ്റെ എല്ലാ ടോപ്പിക്സും, ആ ടോപ്പിക്സ് എല്ലാം നന്നായി സിസ്റ്റമാറ്റിക്കായി കവർ ചെയ്യുന്ന വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും കിട്ടുക. ലൈവ് ആയിരിക്കും എല്ലാ ക്ലാസ്സുകളും. വീക്ക്ലി ടെസ്റ്റുകൾ നടത്തും. ഈ ടെസ്റ്റ് ബേസ് ചെയ്ത് ടെസ്റ്റ് അനാലിസിസ് ഉണ്ടാവും. എന്താണ് ഈ ടെസ്റ്റ് അനാലിസിസ്? ടെസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഒരു അതിനെ നിങ്ങൾ ചെയ്ത എക്സാമിൻ്റെ ഒരു റിപ്പോർട്ടായിരിക്കും. ആ റിപ്പോർട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് സ്കോർ ചെയ്തത്, നിങ്ങൾ ഏതൊക്കെ ഏരിയാസിലാണ് നന്നായി സ്കോർ ചെയ്തത്, ഏതൊക്കെ ഏരിയാസിലാണ് മോശമായിട്ട് സ്കോർ ചെയ്തത്, സ്കോർ ചെയ്യാൻ സാധിക്കാതെ വന്നിരിക്കുന്നത്, അത്തരം ഏരിയാസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അതായത് നിങ്ങളുടെ വീക്ക് ഏരിയാസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ വീക്ക് ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക. പേഴ്സണൽ ഗൈഡൻസ് ഉണ്ടാവും എക്സാം എക്സ്പേർട്സിനും ആയിട്ട്. എക്സാമിനെ കുറിച്ച് സ്റ്റഡി ബൂസ്റ്റർ വർക്ക്ഷോപ്സ് ഉണ്ടാവും. അതുപോലെ സ്റ്റഡി പ്ലാനർ, നിങ്ങളുടെ ഒരു റുട്ടീൻ അനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിത്ത് ബൈ-വീക്ലി റിവ്യൂസ്. ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ വിൽ ഓൾസോ ബി പ്രൊവൈഡഡ് വിത്ത് സ്പെഷ്യലൈസ്ഡ് നോട്ട്സ് ആൻഡ് പ്രാക്ടീസ് സെറ്റ്സ്. ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് 1350 ഈ 1350 രൂപ എല്ലാ മാസവും കൊടുക്കുന്നതിന് പകരം 3400 3 മാസത്തേക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ 6 മാസം അഡ്വാൻസ് ആയിട്ട് 5400 കൊടുത്താൽ മതി. ഒരു വർഷത്തേക്ക് 6500 കൊടുക്കാൻ, 2 വർഷത്തേക്ക് അടയ്ക്കുകയാണെങ്കിൽ 7800. ഇപ്പോൾ 6 മാസത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വെറും 900 ഒരു മാസം ഇഫക്റ്റീവ്ലി വരുന്നത്. ഇതിൻ്റെയും പേര് 10% ഓഫ് ഉണ്ട്. എന്താണ്? VCN 10 കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അവസാനമായിട്ട് പറയാനുള്ളത് ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് ആണ്. അതായത് അൺഅക്കാഡമിയുടെ ഏതെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ നിങ്ങളാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇതിൻ്റെ ഫോം ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓൾ സെറ്റ്, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പോട്ട് ദ എറർ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം സ്പോട്ട് ദ എറർ, സെൻറ്റൻസ് എറർ കറക്ഷൻ, ഈ 2 മെയിൻ ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ മെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഗ്രാമർ പാർട്ടിൽ ചോദിക്കുന്നത്. അപ്പോൾ സ്പോട്ട് ദി എററിൽ എന്താ വരുന്നത്? അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ആ സെൻറ്റൻസിൽ ഏത് ഭാഗത്തിലാണ് ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളത് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. സോ ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദ സെൻറ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ഗ്രാമാറ്റിക്കൽ എറർ ഫ്രം ദ given options. The bottle slipped with my hand and broke into 1000 pieces. Broke into 1000 pieces, ഇത് കറക്റ്റാണ്. ബോട്ടിൽ സ്ലിപ്ഡ് വിത്ത് മൈ ഹാൻഡ്, ഇവിടെ വിത്ത് എന്ന് പറയുന്ന പ്രപ്പോസിഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻ സിയിലാണ് മിസ്റ്റേക്ക് അല്ലേ. വിത്ത് എന്ന് പറഞ്ഞാൽ ഫ്രം എന്ന് പറഞ്ഞാൽ മതി. സ്ലിപ്പ് ഫ്രം മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ നിന്ന് ബോട്ടിൽ സ്ലിപ്പായി എൻ്റെ ഒരു 1000 പീസുകളായിട്ട്, 1000 കഷ്ണങ്ങളായിട്ട് അത് എതറി. അപ്പോൾ ബ്രോക്ക് ഇൻ ടു എന്ന് പറയുന്ന സാധനം, ഇതിൽ ഈ ബ്രേക്ക് ഇൻ ടുവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോക്ക് ഇൻ ടു. ഈ ബ്രേക്ക് ഇൻ ടുവിൽ തന്നെ രണ്ട് അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ബ്രേക്ക് ഇൻ ടു എന്ന് പറയുമ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു എന്തെങ്കിലും ഒരു ഇപ്പോൾ പൊട്ടുക അല്ലേ, ഒരു കഷ്ണങ്ങളായി പൊട്ടി എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഇൻ ടു പീസസ് എന്ന് പറയണം. ബ്രേക്ക് ഇൻ ടു പീസസ് അത് കറക്റ്റാണ്. പക്ഷേ വേറെ അർത്ഥമുണ്ട്. ബ്രേക്ക് ഇൻ ടു എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഇൻ ടു ഹൗസ്, യു ബ്രേക്ക് ഇൻ ടു ഹൗസ് എന്ന് പറയുമ്പോൾ ആ കുത്തി തുറന്നു, അങ്ങനെ അർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ ഫ്രേസൽ വേർബ്സ് ഒക്കെ നന്നായി പഠിക്കുക. ഫ്രേസൽ വേർബ്സ് വളരെ കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ സിനോണിംസും ആന്റോണിംസും ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ ഇതും പഠിക്കുക. അയ്യോ, നമ്മുടെ അൺഅക്കാഡമി ലോഗോൻ്റെ മേലെ സോറി. Right. And rice of a best quality is available in the nearby supermarket at 80 rupee per kilo. അതായത് റൈസ് ഓഫ് എ ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ മിസ്റ്റേക്ക് ഉണ്ട് എന്തായാലും, അതെങ്ങനെ ശരിയാക്കണം? നിയർബൈ സൂപ്പർ മാർക്കറ്റിൽ 80 രൂപ ഒരു കിലോന് വിലയ്ക്ക് നല്ല ക്വാളിറ്റിയാണ്, ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ആലോചിക്കുകയാണ് റൈസ് ഓഫ് ബെസ്റ്റ് ക്വാളിറ്റി ആണോ, എന്തായാലും ബെസ്റ്റ് എന്ന് പറയാം. ഒന്നുകിൽ റൈസ് ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഇസ് അവൈലബിൾ ഇൻ ദ നിയർ ബൈ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അതിന് പകരം റൈസ് ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഇസ് അവൈലബിൾ ഇൻ ദ നിയർ ബൈ സൂപ്പർ മാർക്കറ്റ് അറ്റ് 80 രൂപീ പെർ കിലോ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, കോണ്ടെക്സ്ച്വലി നമുക്ക് പറഞ്ഞാൽ ഇത് ഗ്രാമാറ്റിക്കലി രണ്ടും ഈക്വൽ ആണ്. ഇപ്പോൾ റൈസ് ഓഫ് എ ബെറ്റർ ക്വാളിറ്റി എന്ന് പറയാം അല്ലേ, ബെറ്റർ ക്വാളിറ്റി ഇസ് അവൈലബിൾ. അപ്പോൾ അത് വേറെ ഒരു സെൻറ്റൻസ് പറയുന്നതിൻ്റെ കൂടെ ആ കോണ്ടെക്സ്റ്റിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്.
അതായത് ഇത് ഈ സൂപ്പർ മാർക്കറ്റിലെ പോലെയല്ല, അടുത്തൊരു നിയർ ബൈ സൂപ്പർ മാർക്കറ്റിൽ ബെറ്റർ ക്വാളിറ്റി ഉള്ള ഒരു റൈസ് അല്ലേ, അത് അവൈലബിൾ ആണ് 80 രൂപയിലേക്ക്. പക്ഷെ ഇവിടെ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി, ദ ബെസ്റ്റ് ക്വാളിറ്റി. Along the northern frontier of India is seen the beautiful and mighty Himalayas. Okay. Along the northern frontier of India is seen the beautiful and mighty Himalayas. അപ്പോൾ സെൻറ്റൻസ് എപ്പോഴും നമ്മൾ കിട്ടുമ്പോൾ അതിലെ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇന്നലെ എടുത്തൊരു സെഷൻ ഉണ്ട്, എന്താണിത്? ആക്റ്റീവ് ടു പാസീവ് കൺവേർഷൻ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻറ്റൻസിലെ സബ്ജക്റ്റും ഓബ്ജക്റ്റും ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് പാസീവ് ആണോ ആക്റ്റീവ് ആണോ എന്ന് മനസ്സിലാകും. അപ്പോൾ ഇതുപോലെ ചില സെൻറ്റൻസുകളിൽ ഇപ്പോൾ ഇതെന്താണ് ശരിക്കും, അത് ഈ സെൻറ്റൻസിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്താണ്, ഓബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണോ എന്താണ് ആ സെൻറ്റൻസിലെ മെയിൻ ആക്ഷൻ ആരാണോ ചെയ്തത് അതാണ് സബ്ജക്റ്റ്. അല്ലെങ്കിൽ ആ സെൻറ്റൻസിലെ മെയിൻ ആക്ഷൻ സെൻറ്റൻസ് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതാണ് സബ്ജക്റ്റ്. അപ്പോൾ അലോങ് ദ നോർത്തേൺ ഫ്രണ്ടിയർ ഓഫ് ഇന്ത്യ സീൻ എന്നാണ് ഇവിടുത്തെ വേർബ്. സീൻ. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണുള്ളത്, V3 ഫോം, ദ ബ്യൂട്ടിഫുൾ ആൻഡ് മൈറ്റി ഹിമാലയാസ്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് സീൻ എന്ന് പറയുന്ന ഈ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ വേർബ് ആക്ഷൻ റിസീവ് ചെയ്യുന്നത് ആരാണ്? ദ ബ്യൂട്ടിഫുൾ ആൻഡ് മൈറ്റി ഹിമാലയാസ്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആൻഡ് മൈറ്റി ഹിമാലയാസ് എന്ന് പറയുന്ന ഈ സാധനമാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഓബ്ജക്റ്റ് ആണ്, കാരണം അത് ഈ സെൻറ്റൻസിലെ ആക്ഷൻ, ഈ സെൻറ്റൻസിലെ വേർബ് അല്ലെങ്കിൽ ആക്ഷൻ റിസീവ് ചെയ്യുന്നത് ഈ മൈറ്റി ഹിമാലയാസ് ആണ്, ബ്യൂട്ടിഫുൾ ആൻഡ് മൈറ്റി ഹിമാലയാസ്. അത് ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ ഓബ്ജക്റ്റാണ് V3 എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. അപ്പോൾ നമുക്കെന്ന് മനസ്സിലാവുന്നത് ഇത് എന്താണ് പാസീവ് വോയിസ് ആണ്. ദിസ് ഇസ് എ സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. അതുകൊണ്ട് തന്നെ ഓബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്യുന്ന വേർബ് ആയിരിക്കണത് അല്ലേ. അലോങ് ദ നോർത്തേൺ ഫ്രണ്ടിയർ ഓഫ് ഇന്ത്യ ഇസ് സീൻ അല്ല. ഹിമാലയാസ് എന്ന് പറയുമ്പോൾ റേഞ്ച് ഓഫ് മൗണ്ടൻസ് ആണ്. നമ്മൾ റേഞ്ച് ഓഫ് മൗണ്ടൻസ് പറയുമ്പോൾ ഓൾവേസ് അത് പ്ലൂറലാണ്. റേഞ്ച് ഓഫ് മൗണ്ടൻസ് ഇസ് ഓൾവേസ് പ്ലൂറൽ. സോ ഇസ് അല്ല ആർ എന്ന് പറയണം. സോ ആർ സീൻ. അപ്പോൾ നോർത്തേൺ ഫ്രണ്ടിയർ ഓഫ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ കണ്ടിട്ടുണ്ടെങ്കിലും കാണുന്നുണ്ടെങ്കിലും സെൻറ്റൻസിൻ്റെ നമ്മൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഓബ്ജക്റ്റ് അല്ലേ, ഓബ്ജക്റ്റ് ആണ് ഇവിടെ. കാരണം ഓബ്ജക്റ്റ് ആണ് ഇവിടെ നോക്കേണ്ടത്. ബിക്കോസ് ദിസ് ഇസ് എ പാസീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. സോ ബ്യൂട്ടിഫുൾ ആൻഡ് മൈറ്റി ഹിമാലയാസ് ആർ സീൻ എന്ന് പറയണം. ആർ സീൻ ഓപ്ഷൻ ബി. There will probably be a lot of fish in their nets. There will probably be a lot of fish in their nets. Comma, will there. Question tag ആണ്. Question tag അല്ലേ. Question tagൻ്റെ മെയിൻ പ്രത്യേകത എന്താ? സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ ദ വിൽ പ്രോബബ്ലി ബി എ ലോട്ട് ഓഫ് ഫിഷ് എന്ന്. അപ്പോൾ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആകുമ്പോൾ ഇതെന്തായിരിക്കണം? ഇത് നെഗറ്റീവ് ആയിരിക്കണം. സോ വിൽ ദർ പാടില്ല. എന്താണ് വിൽ ദർ എന്ന് പറഞ്ഞാൽ വോണ്ട് ദേ വേണം. വോണ്ട് ദേ, വിൽ നോട്ട് ദേ എന്ന് ഒരിക്കലും പറയരുത്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ സെഷനിൽ പഠിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് പറയാൻ പാടില്ല? നോട്ട് എന്ന് പറയാൻ പാടില്ല. ഒരിക്കലും ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം പറയാൻ പാടില്ല. എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗിനകത്ത് ഇതിൻ്റെ കോൺട്രാക്റ്റഡ് അല്ലെങ്കിൽ ഷോർട്ട് ഫോമേ പറയാൻ പാടുള്ളൂ. വിൽ നോട്ട് എന്നല്ല, വോണ്ട് ദേ എന്നാണ് പറയാം. വോണ്ട് ദേ, ഓപ്ഷൻ എ. She picked up the books lie on the table and put them on the shelf. He picked up the books. Lie on the table അല്ല. He picked up the books. ബുക്സിനെ കുറിച്ച് പറയാം. എന്താണ് ബുക്സിനെ കുറിച്ച് എന്താ പറയുന്നത്? ലൈയിങ് ഓൺ ദ ടേബിൾ. അവിടെ ING ഫോം വേണം അല്ലേ. ING ഫോം വേണം അവിടെ. ലൈ ഓൺ ദ ടേബിൾ അല്ല. അവിടെ ടേബിളിൻ്റെ മേലെ കിടന്നുറങ്ങുന്നതല്ല, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ബുക്സ് അത് പിക്കപ്പ് ചെയ്തു. ആൻഡ് പുട്ട് ദം അല്ലേ, പുട്ട് ദം എന്ന് പറഞ്ഞിരിക്കുക. കാരണം പിക്ഡ് അപ്പ് ദ ബുക്സ് ആണ്. ബുക്സിനെ കുറിച്ച് ദം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലൂറൽ വേണം. സോ ഓപ്ഷൻ എ, ലൈയിങ് ഓൺ ദ ടേബിൾ. എനിബഡി ഹു ഡസ് നോട്ട് സ്റ്റോപ്പ് അറ്റ് റെഡ് ലൈറ്റ് വിൽ ഫൈൻഡ്. അപ്പോൾ ഈ സെൻറ്റൻസ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ?
ഈ സെൻറ്റൻസ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ? ഹൂ ഡസ് നോട്ട് സ്റ്റോപ്പ്. ഈ ഹൂ ഡസ് നോട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു റിലേറ്റീവ് പ്രൊണൗണിൻ്റെ ശേഷം വരുന്നതാണ്. റിലേറ്റീവ് പ്രൊണൗണിന് ശേഷം വരുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു സെൻറ്റൻസിൽ ഒരു എക്സ്ട്രാ ആഡഡ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ആഡഡ് ഡീറ്റെയിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. സോ എനിബഡി ഇത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എനിബഡി അറ്റ് ദ റെഡ് ലൈറ്റ് വിൽ ഫൈൻഡ്. അപ്പോൾ ആ സെൻറ്റൻസിലെ മെയിൻ വേർബ് എന്താണ്? ഫൈൻ ആണ്. ഫൈൻ ചെയ്യപ്പെടും. ഫൈൻ ചെയ്യപ്പെടും അല്ലേ? ദാറ്റ് ഇസ് ദ വേർബ്. അപ്പോൾ എനിബഡി ഓബ്ജക്റ്റ്, ഓബ്ജക്റ്റ് പിന്നെ V3 ഫോം, പാസീവ് വോയിസ് അല്ലേ? ഇത് പാസീവ് വോയിസ് ആണ്. ദിസ് ഇസ് എ സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. സോ അവിടെ ബി വേർബ് വേണം. വിൽ ബി ഫൈൻഡ് വേണം. വിൽ ഫൈൻഡ് അല്ല, വിൽ ബി ഫൈൻഡ്. വിൽ ബി ഫൈൻഡ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. He is over 80 and dare not read without glasses. He is over 80 and dare not read. Dare not read without glasses. See, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഹീസ് ഓവർ 80 എന്ന് പറയുന്നത് കറക്റ്റാണ്, മിസ്റ്റേക്ക് ഒന്നുമില്ല. ഹീസ് ഓവർ 80, 80 വയസ്സിന് മേലെയാണ്. ആൻഡ് ഹി ഡെയർ നോട്ട് റീഡ് വിത്തൗട്ട് ഗ്ലാസസ്. ഇവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. ഡെയർ നോട്ട് റീഡ് വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറയില്ല. അതായത് ഗ്ലാസ് വെച്ചിട്ട് അല്ല, ഗ്ലാസ് വെക്കാണ്ട് പിന്നെ വായിക്കാൻ എന്താണ് പിന്നെ ധൈര്യപ്പെടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? 8. I am suitably dressed for the occasion. Am I? I am suitably dressed for the occasion. Here again we have a question tag. Question tag ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ആകുമ്പോൾ ഇത് നെഗറ്റീവ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് ആം നോട്ട് ഐ എന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ കാരണം ആം നോട്ട് എന്ന് പറയാൻ പാടില്ല അല്ലേ? നോട്ട് എന്ന് പറഞ്ഞ NOT എന്ന് പറഞ്ഞ ഫുൾ ആയിട്ടുള്ള ഫോം, ഫുൾ ഫോം എന്തിനു പാടില്ല? ക്വസ്റ്റ്യൻ ടാഗിൽ പറയാൻ പാടില്ല. അതുപോലെ തന്നെ ആമിൻറ്റ് ഐ എന്ന് പറഞ്ഞാലോ അതും തെറ്റാണ്. കാരണം എന്താണ്? ആമിൻറ്റ് ഐ എന്ന് പറയുന്നത് റോങ് യൂസേജ് ആണ്. ഇറ്റ്സ് റോങ് യൂസേജ്. ഓക്കെ, എപ്പോഴും ആം എന്ന് പറയുന്ന ഓക്സിലറി വേർബാണ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ വരേണ്ടത് എന്തായിരിക്കും? ആർ എന്ന് പറയും. ആർ. സോ ആർ നെഗറ്റീവ് ആയതുകൊണ്ട് ആറിൻറ്റ് ഐ. ഇനി ഐ ആം നോട്ട് സൂട്ടബിളി ഡ്രസ്ഡ് എന്നായിരുന്നു ഇവിടെ നെഗറ്റീവ് ആയിരുന്നുവെങ്കിൽ ഇവിടെ ആം ഐ നിട്ടാൽ മതി, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ നെഗറ്റീവ് വരുന്നതുകൊണ്ട് ആം എന്ന് പറയുന്ന ഓക്സിലറി വേർബ് വരുമ്പോൾ അതിന് നെഗറ്റീവായിട്ട് പറയുമ്പോൾ ആമിൻറ്റ് ഐ എന്ന് പറയാൻ പാടില്ല, ആറിൻറ്റ് ഐ എന്നേ പറയാൻ പാടില്ല. ആറിൻറ്റ് ഐ. Either Ramesh or Reema have the keys to the cupboard. Either Ramesh or Reema have the keys. See, either or എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. either or എന്ന് പറയുമ്പോൾ neither or അല്ലെങ്കിൽ or എന്ന് പറയുമ്പോൾ വേർബിൻ്റെ ഏറ്റവും അടുത്തുള്ള നൗണിനോടോ പ്രോണൗണിനോടോ ആയിരിക്കണം വേർബ് എഗ്രി ചെയ്യേണ്ടത്. റീമ എന്ന് പറയുന്ന നൗണിനോടാണ് വേർബ് എഗ്രി ചെയ്യേണ്ടത്. റീമ ഒറ്റ ആളാണ്. സോ സിംഗുലർ വേർബ് ഷുഡ് ബി യൂസ്ഡ്. ഹാസ് ദ കീസ് ടു ദ കബോർഡ്. ഹാസ് ദ കീസ് ടു ദ കബോർഡ്. The strain of all the difficulties, vexations and anxieties were more than he could beat. അപ്പോൾ ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്, വെക്സേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, എൻസൈറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ വേറാണ്. ഓക്കെ, സ്ട്രെയിൻ വേർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷേ ശരിക്കും ഇത് വേറാണോ? ഡിഫിക്കൽട്ടീസ്, വെക്സേഷൻസ്, ആങ്സൈറ്റീസ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇതെന്താണ്? ഇതിൻ്റെയൊക്കെ സ്ട്രെയിനിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ സ്ട്രെയിനിനെ കുറിച്ചാണ് പറയുന്നത്. നോട്ട് അബൌട്ട് ഡിഫിക്കൽട്ടീസ് ആൻഡ് വെക്സേഷൻസ് ആൻഡ് ആങ്സൈറ്റീസ് per se, but we're talking about the strain of all difficulties, vexations and anxieties. അപ്പോൾ സ്ട്രെയിൻ ആണ് സബ്ജക്റ്റ്, സിംഗുലർ ആണ്. സോ വാസ് എന്ന് വേണം പറയാം. വാസ് മോർ ദാൻ ഹി കുഡ് ബീറ്റ്. ഓപ്ഷൻസ്. A body of volunteers have helped in making this celebration a great success. A body of അല്ലേ? A body ആണ്. വോളണ്ടിയേഴ്സ് അല്ല സബ്ജക്റ്റ്, a body ആണ് സബ്ജക്റ്റ്. A body സബ്ജക്റ്റ് ആകുമ്പോൾ അത് സിംഗിൾ ആണ്. ഹാസ് ഹെൽപ്ഡ് എന്നാണ്. Has helped in making the celebration a great success. Option B. Option B. There appears a number of problems and I really do not know how to solve them. There appears a number of problems. ഇവിടെ പക്ഷേ a number of problems ആണ്. ഇതിനെക്കുറിച്ചാണ് പറയാം. ദിസ് ഇസ് ദ സബ്ജക്റ്റ് അല്ലേ? നമ്പർ ഓഫ് പ്രോബ്ലംസ് ആണ് സബ്ജക്റ്റ്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ a number of problems പറഞ്ഞാൽ അതെന്തായാലും സിംഗുലർ അല്ല, എന്തായാലും ഒന്നിൽ കൂടുതലുണ്ട്, പ്ലൂറലുണ്ട്. സോ appear. There appear a number of problems. There appear
a number of problems, and I really do not know how to solve them. Scientists have recently announced that a more effective antidote for snakebite venom has been made. ഇവിടെ സയൻറ്റിസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ മാറ്റും? ഇവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. ഈ സയൻറ്റിസ്റ്റ് ഹാവ് എന്നുള്ള കാര്യം സയൻറ്റിസ്റ്റ് ഹാസ് റീസെൻ്റ്ലി അനൗൺസ്ഡ് ദാറ്റ് എ മോർ എഫക്റ്റീവ് ആൻറ്റിഡോട്ട് എന്ന് എഴുതിയാൽ മതിയോ? പോരാ. കാരണം ഒരു സയൻറ്റിസ്റ്റ് അല്ല അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരു സയൻറ്റിസ്റ്റ് അല്ല അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു റിസർച്ച് ചെയ്യുന്നത്, സയൻറ്റിഫിക് റിസർച്ച് ചെയ്യുന്നത് ഒരു സയൻറ്റിസ്റ്റ് അല്ല. പകരം ഒരുപാട് എന്തായാലും പ്ലൂറലാണ്. സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ എന്നാണ് പറയുക. അല്ലെങ്കിൽ അല്ലാതെ ഒരു ശാസ്ത്രജ്ഞൻ കയറി വന്ന് പറഞ്ഞു എന്നല്ല. അപ്പോൾ സയൻറ്റിസ്റ്റ്സ് എന്നാണ് അവിടെ ആ കോണ്ടെക്സ്റ്റ് പ്രകാരം സബ്ജക്റ്റ് പ്ലൂറലാണ്. സോ സയൻറ്റിസ്റ്റ് ഹാവ് എസ് ഇട്ടാൽ മതി. സയൻറ്റിസ്റ്റ് ഹാവ് റീസെൻ്റ്ലി അനൗൺസ്ഡ് ദാറ്റ് എ മോർ ഇഫക്റ്റീവ് ആൻറ്റിഡോട്ട്. എന്താണ് ആൻറ്റിഡോട്ട് എന്ന് പറഞ്ഞാൽ? ആൻറ്റിഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷം അകത്ത് തന്നാൽ അതിന് കൊടുക്കുന്ന മറുമരുന്നാണ്. ഓപ്പോസിറ്റ് ഓഫ് പോയ്സൺ ഓർ വെനം. ഓപ്പോസിറ്റ് ഓഫ് വെനം അല്ല, വിഷം അകത്ത് തന്നാൽ അതിന് മറുമരുന്നായി കൊടുക്കുന്ന സാധനമാണ് ആൻറ്റിഡോട്ട്. If India will win this match, they will win the series. If India will win this match, they will win the series. നമ്മളെ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. കണ്ടീഷണൽ സെൻറ്റൻസ്. കണ്ടീഷണൽ സെൻറ്റൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കണ്ടീഷണൽ ക്ലോസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതാണ് നമ്മളെ കണ്ടീഷണൽ ക്ലോസ്. ഈ കണ്ടീഷണൽ ക്ലോസിനകത്ത് ആകെ പോസിബിൾ ആയിട്ടുള്ള 3 വേർബ്സ് ടെൻസുകളേ ഉള്ളൂ. ഒന്ന് സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇതല്ലാതെ വേറൊരു ടെൻസും വരാൻ പാടില്ല. വിൽ എന്നിവിടെ വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയി പോകും. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുക. ഇഫ് ഇന്ത്യ വിൻ ദിസ് മാച്ച്, ദേ വിൽ വിൻ ദ സീരീസ്. ദേ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയണം? ഇന്ത്യ വിൽ വിൻ, ഇന്ത്യ വിൻ എന്നേ പറയാൻ പാടുള്ളൂ. ഇന്ത്യ വിൻസ് എന്ന് പറയാൻ പാടില്ല. കാരണം അത് ഇന്ത്യനെ ശരിക്കും ടീമായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ഇന്ത്യയിലെ അവിടുത്തെ ആളുകളെ കുറിച്ച് സംസാരിക്കും. ഇന്ത്യയിലെ ടീമിലെ ആളുകളെ കുറിച്ച് സംസാരിക്കും. ടീമിലെ മെമ്പേഴ്സിനെ കുറിച്ച് എന്താ പറയുക, നമ്മൾ മെമ്പേഴ്സിനെ മെൻഷൻ ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ടാണ് അവിടെ ദേ എന്ന് പറഞ്ഞിട്ട് കലക്റ്റീവ് നൗണായിട്ട് അതിനെ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. I don't recognize none of the politicians who have been invited to be the speakers today. I don't recognize none of the politicians who have been invited to be the speakers today. I don't recognize none. I don't നണ്ണും വരാൻ പാടില്ല അല്ലേ? ഡോണ്ടും നണ്ണും വരാൻ പാടില്ല. മിസ്റ്റേക്കാണ്. I don't recognize any of the politicians. നോട്ടും നണ്ണും 2 നെഗറ്റീവ് വേർഡ്സ് ഒരിക്കലും വരാൻ പാടില്ല. നമ്മൾ അമേരിക്കൻ യൂസേജിൽ 2 നെഗറ്റീവ് വേർഡ്സ് ഒക്കെ അവർ ഉപയോഗിക്കുക. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ബേസിക്കലി അതാണ്. യു ഷുഡ് നെവർ ലിസൺ ടു ഹൗ അമേരിക്കൻസ് സ്പീക്ക്. അമേരിക്കൻസ് അവരുടെ തോന്നിയ രീതിയിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുക. അവരുടെ ഇംഗ്ലീഷ് അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ഒന്നുമല്ല, അവരായിട്ടുണ്ടാക്കുന്ന ലാംഗ്വേജ് ആണ്. സോ ഓൾവേസ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് മാത്രം ഫോളോ ചെയ്യുക. ഐ ഡോണ്ട് റെക്കഗ്നൈസ് എനി ഓഫ് ദ പൊളിറ്റീഷ്യൻസ് ഹു ഹാവ് ബീൻ ഇൻവൈറ്റഡ്. ഓപ്ഷൻ D. Most of voters in Taiwan seem to have once again voted for the Democratic Party and President Tsai Ing-wen. Most of the voters in Taiwan seem to have seem എന്ന് പറഞ്ഞ verb ഉപയോഗിച്ചിരിക്കുന്നത്. that is a plural verb or simple form of the verb. that is plural. because most of the voters എന്നാണ് subject. that is obviously plural. പക്ഷേ most of the. Despite of her tiredness, Meera went into the kitchen to make some dinner for her children. Despite of എന്ന് പറയുന്ന യൂസ് തെറ്റാണ്. despite of എന്ന് പറയേണ്ട ആവശ്യമില്ല. in spite of അല്ലെങ്കിൽ despite. in spite of അല്ലെങ്കിൽ despite. despite of എന്ന് പറയാൻ പാടില്ല. in spite എന്ന് മാത്രം പറയാൻ പാടില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഉണ്ടായിട്ട് പോലും അല്ലെ, അല്ലെങ്കിൽ ടയേർഡ്നെസ് ഉണ്ടായിട്ട് പോലും. despite of അല്ലെങ്കിൽ despite her tiredness. അങ്ങനെ ക്ഷീണം ഉണ്ടായിട്ട് പോലും മീര എന്ത് ചെയ്തു? ആളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക്. ഓപ്ഷൻ ഡി. മാതൃക പുരുഷോത്തമ. യെസ്റ്റർഡേ ഐ സെർച്ച്ഡ് ഇൻ എവറി മൈ കബേർഡ് ഫോർ ദ ഷർട്ട് ഐ കുഡന്റ് ഫൈൻഡ്. എവറി മൈ കബേർഡ് എന്ന് വായിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അവിടെയാണ് മിസ്റ്റേക്ക്. പക്ഷേ എങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യും? Yesterday I searched in each of my.
ഈച്ച് ഓഫ് മൈ കബേർഡ്. ഈച്ച് ഓഫ് മൈ കബേർഡ് എന്ന് പറയുന്നത് നല്ലത് അല്ലേ? എൻ്റെ എല്ലാ കബേർഡ്സും ഞാൻ വെച്ചു. എൻ്റെ എല്ലാ കബേർഡ്സും. A panel has been formed to look within the security needs of college students. A panel has been formed to look within the security needs of college. See, look within അല്ല, look into. Within എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിനുള്ളിൽ തന്നെ. Within the bag, within yourself, അല്ലെങ്കിൽ within this place. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ. പക്ഷേ ഇതങ്ങനെയല്ല. ലുക്ക് ഇൻടു എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇറങ്ങിച്ചില്ല, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ ആകർഷിക്കുക. സെക്യൂരിറ്റി നീഡ്സിലേക്ക്, സെക്യൂരിറ്റി ആവശ്യങ്ങളിലേക്ക് ഒന്ന് ചിന്തിക്കണം, ഒന്ന് ഇറങ്ങിച്ചെല്ലണം. ലുക്ക് ഇൻടു, ഒന്ന് ശ്രദ്ധിക്കണം. ലുക്ക് വിത്തിൻ അല്ല, ലുക്ക് ഇൻടു. The performance of our players is worse than I had expected. Is worst എന്ന് പറയുമ്പോൾ നമുക്ക് bad, worst. Bad, worst. അല്ലേ? അപ്പോൾ ഇതിൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൂപ്പർലേറ്റീവ് ആണ്. സൂപ്പർലേറ്റീവിന് ആവശ്യമില്ല ഇവിടെ. അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മോശമാണെന്ന് പറയുമ്പോൾ വേഴ്സ് മതി. വേഴ്സ് ദാൻ ഐ ഹാഡ് എക്സ്പെക്ട്. കമ്പാരറ്റീവ് ഡിഗ്രി ആണ്, അല്ലാതെ സൂപ്പർലേറ്റീവിന് ആവശ്യമില്ല. ഇത് ജസ്റ്റ് കമ്പാരറ്റീവ്. സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ വസ്തുക്കളെ അല്ലെങ്കിൽ വ്യക്തികളെക്കുറിച്ച് അതിനെക്കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സൂപ്പർലേറ്റീവ് ഉപയോഗിക്കും. അല്ലാതെ ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി യൂസ് ഇനഫ്. വേഴ്സ് ദാൻ ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. നമുക്കൊരു പ്രവണത ഉണ്ട്, വേഴ്സർ എന്ന് പറയാനുള്ള ഒരു പ്രവണത എപ്പോഴും ഉണ്ടാകും. പക്ഷേ അത് തെറ്റാണ്. വേഴ്സർ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വാക്കില്ല. ഇറ്റ് ഈസ് ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. ഓപ്ഷൻ ബി. Neither of the 5 accused could be convicted. Neither of the 5 accused. See, 5 എന്ന് പറയുന്നത് ഇവിടെ 5 പേരുണ്ട്. ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ 2 പേരാണെങ്കിൽ മാത്രം neither എന്ന് പറയാൻ പാടുള്ളൂ. 2ൽ കൂടുതലാണെങ്കിൽ നമ്മൾ none എന്ന് പറയാം. 2 പേരാണെങ്കിൽ we can say neither, either, depending on the context. പക്ഷേ 2ൽ കൂടുതലാണെങ്കിൽ നമ്മൾ none അല്ലെങ്കിൽ anyone യൂസ് ചെയ്യാം. none. ഓപ്ഷൻ എ. None of the 5 accused could be convicted. Everybody, it must be admitted, has their ups and downs. Everybody, it must be admitted, has their ups and downs. Okay. ഇനി ശ്രദ്ധിക്കുക, എവ്രിബഡി എന്നാണ് എഴുതുന്നത്. എവ്രിബഡി ആണ് നമ്മളെ സബ്ജക്റ്റ്. ദിസ് ഇസ് ആൻ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ ആണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവ്രിബഡി, സംബഡി, നോബഡി, സംബഡി, സംതിങ്, അല്ലേ, എനിത്തിങ്. ഇതെല്ലാം ഈ പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് എല്ലാം സിംഗുലർ ആണ്. സോ ഇറ്റ് മസ്റ്റ് ബി അഡ്മിറ്റഡ്, ഹാസ്, ദിയാർ എന്ന് പറയരുത്, ഹിസ് എന്ന് പറയണം. ദിയാർ എന്ന് പറയുമ്പോൾ പ്ലൂറൽ പ്രൊണൗൺ ആയിപ്പോൾ നമുക്ക് സിംഗുലർ പ്രൊണൗൺ വേണം. ഹിസ് എന്ന് വേണം. ഹിസ്. ഓക്കെ. എന്തുകൊണ്ടാണ് ഹിസ് എന്ന് പറയുന്നത്? എവ്രിബഡി നമുക്ക് ഇൻഡെഫിനിറ്റ് ആണ്, അതിലവിടെ ജെൻഡർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൽ ജെൻഡർ അസ്യൂം ചെയ്യണം. ജെൻഡർ അസ്യൂം ചെയ്തിട്ടില്ലെങ്കിൽ മെയിൽ അസ്യൂം ചെയ്യണം. അങ്ങനെയാണ് പറയുന്നത്. സോ ഹിസ് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയണം. ദിയാർ എന്ന് ഉപയോഗിച്ച തെറ്റാണ്. ബിക്കോസ് ദിയാർ മീൻസ് ഇറ്റ് ഇസ് പ്ലൂറൽ അല്ല, അത് സിംഗുലർ ആണ്. Every woman in the world fervently hopes that their child will be a normal and healthy baby. അപ്പോൾ സബ്ജക്റ്റ് വീണ്ടും ശ്രദ്ധിക്കുക. എവ്രി വുമൻ ആണ് സബ്ജക്റ്റ്. അപ്പോൾ fervently hopes എന്നുള്ള വേർബ് കറക്റ്റാണ്, സിംഗുലർ വേർബാണ്. പക്ഷേ their child അവിടെ വീണ്ടും പ്രോണൗൺ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൂറൽ ആണ്. their child അല്ല, അവരുടെ അല്ല, അവളുടെ. സോ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വുമൻ ആണെന്ന് പറയുന്നുണ്ട്. So we know female ആണ്. So her child will be a normal and healthy baby. Option. She will come to work though it doesn't rain tomorrow. Okay. She will come to work though it doesn't rain tomorrow. അവിടെ എന്താണ്? though it doesn't എന്ന് തെറ്റാണ് അല്ലേ? പിന്നെന്താണ്? ഇൻ കേസ് എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. ഷീ വിൽ കം ടു വർക്ക് ഇഫ് ഇറ്റ് ഡസൻ റെയിൻ ടുമോറോ എന്നാണ്. ദോ അല്ല, ഇഫ് ഇറ്റ് ഡസൻ റെയിൻ ടുമോറോ ഷീ വിൽ കം ടു വർക്ക്. ഇഫ് ഉപയോഗിച്ചാൽ മതി. നമുക്ക് വേറെയും ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാം. ഷീ വിൽ കം ടു വർക്ക്, അല്ലെങ്കിൽ ഓൺലി ഇഫ് ഇറ്റ് ഡസൻ റെയിൻ ടുമോറോ എന്ന് പറയാം. അങ്ങനെ പലതും പറയാം അല്ലേ. ദോ ഇറ്റ് ഡസൻ റെയിൻ ടുമോറോ പറയാൻ പറ്റില്ല. ഓപ്ഷൻ ബി.
Prema is the girl in my class who write beautiful poems. Write. So who is a relative pronoun. And relative pronouns അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെൻറ്റൻസിലെ മറ്റു വാക്കുകൾ റെഫർ ചെയ്യുക. അപ്പോൾ ഗേൾ ഇൻ മൈ ക്ലാസ്, ഗേൾ ഇൻ മൈ ക്ലാസ് എന്ന് പറയുന്ന ഈ വേർബിനെ അല്ലെങ്കിൽ വേർഡിനാണ് റെഫർ ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ റെഫർ ചെയ്യുന്ന ഈ വേർഡുമായിട്ടാണ് ഈ പറയുന്നത് ഇതിന് ശേഷം വരുന്ന വേർബ് എഗ്രി ചെയ്യേണ്ടത്. സോ ഗേൾ ആണ് നമ്മുടെ ആ റെഫർ ചെയ്യുന്ന വേർഡ്. അതിന് നമ്മൾ എന്താ പറയുക? ആൻറ്റിസിഡൻറ്റ് എന്ന് പറയും. ആൻറ്റിസിഡൻറ്റ്. ഈ ആൻറ്റിസിഡൻറ്റ് എന്താണ്? ഗേൾ ആണ്, അത് സിംഗുലർ ആണ്. സോ വി നീഡ് എ സിംഗുലർ വേർബ് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റ് യു ഹാവ് ടു സേ റൈറ്റ്സ്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഈ റിലേറ്റീവ് പ്രോണൗൺ, ഈ ഹൂ ദാറ്റ് വിച്ച് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺസിൻ്റെ മുമ്പിൽ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അവർ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ പറയുന്നതിനോടാണ് വേർബ് എഗ്രി ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് ബി റൈറ്റ്സ്, നോട്ട് റൈറ്റ്. റൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ വേർബാണ്, നമുക്ക് സിംഗുലർ വേർബാണ്. പ്രേമാസ് ദ ഗേൾ ഇൻ മൈ ക്ലാസ് ഹു റൈറ്റ്സ് ബ്യൂട്ടിഫുൾ പോയംസ്. ബിക്കോസ് ഗേളിനെ കുറിച്ചാണ് പറയുന്നത്, പ്രേമനെ കുറിച്ചാണ് പറയുന്നത്. ഗേൾ ആണ് ഇവിടെ മെയിൻ. ഓപ്ഷൻ ബി. Rahul was ready to accept any job, even a part-time one. Rahul, see, even a part-time one. Ready to accept. Okay, ready was alla vada, ready to accept. For alla. Ready 2 plus V1. 2 plus V1. Was ready to. അതായത് രാഹുൽ ഒരു ഏത് ജോബും ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു, ഈവൻ ഒരു പാർട്ട് ടൈം ജോലി പോലും. ടു ആക്സെപ്റ്റ്, ഫോർ ആക്സെപ്റ്റ് അല്ല, ടു ആക്സെപ്റ്റ്. ഓബ്വിയസ്ലി to accept. Neither of them sent their papers in time for the last seminar. Neither of them sent their papers in time for the last seminar. See, neither of them. Neither എന്ന് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണത്. Definitely it is talking about two people. Definitely we're talking about two people. അപ്പോൾ sent his papers എന്ന് പറയാം. His papers. ഹിസ് പേപ്പേഴ്സ് എന്ന് പറയും. പക്ഷെ ഇവിടെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. നൈദർ ഓഫ് ദം സെൻറ്റ് ഹിസ് പേപ്പേഴ്സ് എന്ന് പറയുന്നതിനേക്കാളും ഐ തിങ്ക് മേ ബി നൺ ഓഫ് ദം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതായത് നൈദർ ഓഫ് ദം എന്ന് നമ്മളിവിടെ സ്ഥാപിച്ചാൽ അത് ഈ ദം എന്ന് പറയുന്നത് രണ്ടുപേരാവും. ഓക്കെ, അത് രണ്ടുപേരാകുമ്പോൾ പിന്നെ മാത്രം നൈദർ ഓഫ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ വരിക. സോ ഹിസ് പേപ്പേഴ്സ് എന്നാണ് വരിക. ഇവിടെ ദിസ് പ്രോണൗൺ ഷുഡ് ബി സിംഗുലർ. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദേ ആർ പേപ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് രണ്ടിൽ കൂടുതലായിട്ട് നോക്കാം. അപ്പോൾ നൺ ഓഫ് ദം എന്ന് പറയാം. നൺ ഓഫ് ദം സെൻഡ് ദെയർ പേപ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 2. ഗ്രേറ്റർ ദാൻ 2 ആയിട്ട് കണക്കാക്കിയാൽ നൺ ഓഫ് ദം സെൻഡ് ദെയർ papers in time for the last seminar. ഇതൊരു ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇതാണ് കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ്. ദിസ് ഇസ് മോർ അപ്രോപ്രിയേറ്റ്. ഓപ്ഷൻ ബി. സോറി, ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ ബി അല്ല. നഹി. ഓപ്ഷൻ എ. ഓപ്ഷൻ. The box of paper clips are kept in the drawer. The box of paper clips are kept in the drawer. ഇവിടെ പേപ്പർ ക്ലിപ്സ് ആണോ സബ്ജക്റ്റ് അതോ ബോക്സ് ആണ്? ബോക്സ് ആണ് അല്ലേ. ബോക്സ് ആണ് സബ്ജക്റ്റ്, പേപ്പർ ക്ലിപ്സ് അല്ല. സോ ഇറ്റ് ഇസ് സിംഗുലർ. ഇസ് കെപ്റ്റ് എന്നാണ് പറയുന്നത്. ഇസ് കെപ്റ്റ് ഇൻ ദ ഡ്രോവർ. ആർ കെപ്റ്റ് അല്ല, ഇസ് കെപ്റ്റ്. If it were possible to get near when one of the volcanic eruptions take place, we would see a grand sight. If it were possible to get near one of the volcanic eruptions, you see, if it were possible, അതായത് അങ്ങനെ സാധിക്കുമായിരുന്നുവെങ്കിൽ, അപ്പോൾ ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഒരു ഹൈപ്പോതെറ്റിക്കൽ ആയിട്ടുള്ള കാര്യം. എന്തായാലും ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ, ഹൈപ്പോതെറ്റിക്കൽ ആയിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ വേർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലൂറൽ അല്ലേ, പ്ലൂറലാണ് യൂസ് ചെയ്യുക. If it were possible to get near when one of the volcanic eruption takes place എന്ന് വേണം. കാരണം വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ല, വോൾക്കാനിക് ഇറപ്ഷനുകളിൽ ഒന്ന്. സോ ടേക്സ്, ഒന്നിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് സിംഗുലർ. ഇറ്റ് ഷുഡ് ബി ടേക്സ് പ്ലേസ്. We would see a grand sight. Option B.
information you are asking for is quite irrelevance. Irrelevance എന്ന് പറയുന്ന noun form ആണ്. നമുക്ക് എന്താ വേണ്ടത്? verb, sorry, adjective ആണ് അല്ലേ? adjective വേണം. irrelevant എന്ന് വേണം. irrelevant. വലിയൊക്കെ ഇതിനെല്ലാം സിമിലർ ആണ്. ജസ്റ്റ് CE മാറ്റിയിട്ട് T ഇട്ട് എടുത്താൽ മതി. irrelevant. irrelevant എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയാൻ? പ്രസക്തമല്ല. സോറി, പ്രസക്തമല്ല. റെലവൻസ് എന്ന് പറയുന്നത് പ്രസക്തി. റെലവൻറ്റ് എന്ന് പറയുന്നത് പ്രസക്തമാണ്. ഇറെലവൻറ്റ് എന്ന് പറയുന്നത് പ്രസക്തമല്ല. ഇറ്റ്സ് ക്വൈറ്റ് ഇറെലവൻറ്റ്. irrelevant. Each student will have to carry his own lunch on the picnic. Each student will have to carry his own lunch. His own lunch എന്ന് പറയുന്നത് കറക്റ്റാണ്. For the picnic എന്ന് പറഞ്ഞാൽ മതി. For the picnic option. Ten miles are a long distance to cover on foot. 10 miles are a long distance to cover on foot. 10 miles ആർ എന്നല്ല പറയാം, ഇസ് എന്ന് പറയാം. നമ്മളെന്താണ് ഒരു ഡിസ്റ്റൻസിനെ കുറിച്ച്, ദൂരം, സമയം ഇതൊക്കെ പറയുമ്പോൾ അതൊരു സംഖ്യയാണ്. 10 മൈൽ എന്ന് പറയുന്നത് സംഖ്യയാണ്. അത് സിംഗുലറാണ്. സോ ഇസ് എന്ന് പറയണം. ഓപ്ഷൻ എ. ഇസ് എന്ന് പറയണം. ഓപ്ഷൻ എ. ഇസ് എ ലോങ് ഡിസ്റ്റൻസ് ടു കവർ ഓൺ ഫുട്ട് എന്ന് പറയാം. ഇസ് എ ലോങ് ഡിസ്റ്റൻസ് ടു കവർ ഓൺ ഫുട്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഓൺ ഫുട്ട്. ഓൺ ഫുട്ട് വേറെ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണെങ്കിലും ബൈ road, by rail, by flight, by ship, ഇങ്ങനെയാണ് പറയാം. പക്ഷേ നടന്നു പോവുകയാണെങ്കിൽ, കാൽനട യാത്രക്കാർ അല്ലെങ്കിൽ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഓൺ ഫുട്ട് എന്ന് പറയാം. ഓൺ ഫുട്ട്, നോട്ട് എന്താണ് ബൈ എന്ന് പറയരുത്. ഓൺ ഫുട്ട്. ഓൺ ഫുട്ട്. മൈ ഫാദർ ഡിഡ് നെവർ ഹാവ് an opportunity to go to a university. Did never. Did never have. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? ഓപ്ഷൻ ഡി. അതായത് ഡിഡ് നെവർ ഹാവ് എന്ന് പറയുന്നതിനേക്കാളും നെവർ ഹാഡ് എന്ന് പറഞ്ഞാൽ മതി. നെവർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനോട് ഡിഡ് പ്ലസ് ഹാവ് എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. നെവർ ഹാഡ്. ഈ ഡിഡ് പ്ലസ് ഹാവ് അപ്പോൾ ഡിഡ് പ്ലസ് V1 എന്താണ്? V2 ആണ്. പാസ്റ്റ് ടെൻസ് ആണ്. V2. ഡിഡ് പ്ലസ് V1 is V2. സോ ഡിഡ് നെവർ, my father never had an opportunity to go to a university. Many a boy have not done their homework properly. ഇത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. many a boy എന്താണ് വരിക? many അതിന് ശേഷം ഒരു സിംഗുലർ നൗൺ യൂസ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. പിന്നെന്താ വേണ്ടത്? ഒരു സിംഗുലർ, അടുത്ത് വരേണ്ടത് സിംഗുലർ പ്രോണോൺ ആയിരിക്കണം. സിംഗുലർ പ്രോണോൺ യൂസ് ചെയ്യണം. പക്ഷേ ഈ ആദ്യം നമ്മൾ സിംഗുലർ നൗൺ യൂസ് ചെയ്യുന്നത് മെനി എ ബോയ് എന്ന് പറയുന്നു. ഈ മെനി എ ബോയ് എന്ന് പറയുന്നത് ബോയ് സിംഗുലർ നൗൺ ആണ്. പക്ഷേ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്ലൂറലാണ്. മെനി എ ബോയ് എന്ന് ഉദ്ദേശിക്കുന്നത് അർത്ഥം മെനി ബോയ്സ് എന്നാണ്. മെനി ബോയ്സ് എന്നാണ് ശരിക്കുള്ള അർത്ഥം. ഓക്കെ, സോ മെനി എ ബോയ്, ഹാവ് അല്ല, എന്ത് വേണം? ഹാസ് എന്ന് വേണം. ഹാസ് നോട്ട് ഡൺ. പിന്നെ ദിയാർ അല്ല, സിംഗുലർ പ്രൊണൗൺ വേണം. ഹിസ് ഹോംവർക്ക് പ്രോപ്പർലി എന്ന് വേണം. ഓപ്ഷൻ ബിയിലാണ് മിസ്റ്റേക്ക്. പക്ഷേ ഇവിടെ നമ്മളെല്ലാം സിംഗുലറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിംഗുലർ നൗണ്, അതിനുശേഷം വരുന്ന വേർബ് സിംഗുലർ, അതിനുശേഷം വരുന്ന പ്രോണൗണും സിംഗുലർ. പക്ഷേ നമ്മൾ സെൻറ്റൻസിൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? മെനി ബോയ്സ് എന്നാണ്. ഇറ്റ് ഇസ് പ്ലൂറൽ. ഓക്കെ, ഓപ്ഷൻ ബി. 2 miles beyond that building was seen dozens of anti-social elements. നമ്മൾ നേരത്തെ കണ്ട ഹിമാലയാസിൻ്റെ ക്വസ്റ്റ്യൻ പോലെയാണ്. ഇവിടെ സീൻ എന്നാണ് വേർബ്, അതിൻ്റെ V3 ഫോമാണുള്ളത്. ഈ സീൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ കാണപ്പെട്ടു എന്ന് പറയുന്ന സാധനം എന്തിനാണ് കാണപ്പെട്ടത്? ഈ ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആരാണ്? ഡസൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് ആണ്. ഡസൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? സാമൂഹ്യ വിരുദ്ധർ അല്ലേ? അപ്പോൾ ഈ ഡസൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് ആണ് ഇവിടെ ഓബ്ജക്റ്റ്. ആൻഡ് ദിസ് ഇസ് എ സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡസൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് ആണ് ഓബ്ജക്റ്റ്. അപ്പോൾ ഈ ഓബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്യുന്ന വേർബ് ആയിരിക്കണം വരിക. വാസ് അല്ല, വാസ് സിംഗുലർ ആണ്. ഇവിടെ ഡസൻസ് എന്ന് പറയുമ്പോൾ ഡസൻ കണക്കിന്, അപ്പോൾ പ്ലൂറൽ വേർബ് ആണ്. വേർ സീൻ ഡസൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയാം.
were seen dozens of antisocial elements. Option B. Did you tell to your mother that you saw her friend at the theatre? Tell. നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സേ ടു എന്ന് പറയുന്നതിൻ്റെ വേറെ ഫോമാണ് ടെൽ എന്ന് പറയുന്നത്. സോ ടെൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു ടു ഉണ്ട് അതിൻ്റെ അകത്ത്. സോ ടെൽ ടു എന്ന് പറയാൻ പാടില്ല. ടെൽ ടു എന്ന് പറയാൻ പാടില്ല. ടെല്ലിൻ്റെ കൂടെ ടു യൂസ് ചെയ്യാൻ പാടില്ല. ടെൽ എന്ന് പറഞ്ഞാൽ മതി. ഡിഡ് യു ടെൽ യുവർ മദർ ദാറ്റ് യു സോ ഹർ ഫ്രണ്ട് അറ്റ് ദ തിയേറ്റർ? ഓപ്ഷൻ ഡിഡ് യു ടെൽ യുവർ മദർ ദാറ്റ് യു സോ ഹർ ഫ്രണ്ട്? You had better not to try and feed the animals in the zoo. It is forbidden. It is forbidden എന്ന് വെച്ചാൽ വിലക്കിയിട്ടുള്ള സാധനം അല്ല. ഇറ്റ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സാധനമാണ്. Forbid. Forbid. Past tense forbade ആണ്. Forbade. Forbade. Okay. You had better not try. Not to try വേണ്ട, but better not try. You had better not try and feed the animals in the zoo. ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. The environment protection policy need to be become stricter if we wish to combat climate change. Okay. The environment protection policy. ഇതാണ് സബ്ജക്റ്റ്. This here is the subject. അത് സിംഗുലർ ആണ് പ്ലൂറൽ ആണ്? പോളിസി അല്ലേ? പോളിസിയെ കുറിച്ച് പറയുന്നത് സിംഗുലർ ആണ്. സോ സിംഗുലർ വേർബ് വേണം. നീഡ് എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. നീഡ്സ് ആണ് സിംഗുലർ. എസ് ഫോം ചേർത്താലേ സിംഗുലർ ആണ്. സോ നീഡ്സ് ടു become stricter if we wish to combat climate change. Option. I think Virat Kohli will remain the captain of the Indian team in a year 2020. അപ്പോൾ 2020 മുന്നേ വന്ന ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഇയർ അല്ല, ഇൻ ദ ഇയർ. In the year 2020, Virat Kohli will remain the captain. Option B. We can see much changes in government schools these days. Much, many. Much, many. Much യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയും മെനി യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ. എന്താണ് അൺകൗണ്ടബിൾ? അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്ത. ഫോർ എക്സാമ്പിൾ മ്യൂസിക്, സംഗീതം നമുക്ക് എണ്ണാൻ പറ്റില്ല. രണ്ട് സംഗീതം, 3 മ്യൂസിക് അല്ലെങ്കിൽ 4 ഫേർണിച്ചർ ഒന്നും പറയാൻ പറ്റില്ല. അത് അൺകൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണാൻ പറ്റുന്നത്. ഇപ്പോൾ ബുക്ക്, പെന്ന്, പെൻസിൽ, അതൊക്കെ എണ്ണാൻ പറ്റും. 5 പെൻസിൽ, 4 ബുക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ ചേഞ്ചസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്. നമുക്ക് എണ്ണാൻ പറ്റും. 4 ചേഞ്ച്, കുറേ ചേഞ്ച് വരുത്തി. അതുകൊണ്ട് തന്നെ ആ കൗണ്ടബിൾ നൗണിൻ്റെ മുമ്പിൽ മെനി എന്നേ ചേർക്കാൻ പാടുള്ളൂ, നോട്ട് മച്ച്. മെനി. ഓപ്ഷൻ സി. The country has to struggled with the problems of child labor. അവിടെ ടു അത്ത അനാവശ്യം അല്ലേ? ഹാസ് സ്ട്രഗിൾഡ്. The country has struggled with the problems of child labor എന്ന് പറഞ്ഞാൽ has struggled. The Indian cricket team was done very well this year and is ranked number 1. ഈ വാസ് ഡൺ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വാസ് ഡൺ എന്ന് വെച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കാര്യം തീരുമാനമായി നടത്തും. അങ്ങനെയാണ് വാസ് ഡൺ എന്ന് വെച്ചാൽ. പക്ഷേ അതെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാസ് ഡൺ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈ വർഷം നന്നായി ചെയ്തിട്ടുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ആൻഡ് ഇസ് റാങ്ക്ഡ് നമ്പർ 1 ആവും അല്ലേ? രണ്ടും പ്രസൻറ്റ് ആണ്. സോ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വേണം. ഹാസ് ഡൺ വെരി വെൽ ദിസ് ഇയർ. ഓപ്ഷൻ എ. സോറി, ഓപ്ഷൻ ഡി. The Indian cricket team has done very well this year. All these boys have come to the college without few knowledge of English. All these boys have come to college without few knowledge of English. Without few. ഈ few knowledge എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നെഗറ്റീവ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. few എന്ന് പറയുന്ന adjective ഉപയോഗിച്ചാൽ അത് നെഗറ്റീവ് ആണ്. few knowledge of English എന്ന് പറഞ്ഞാൽ നോളജ് ഇല്ല എന്നർത്ഥം. അപ്പോൾ അവിടെ വിത്തൗട്ട് എന്ന് വീണ്ടും നെഗറ്റീവ് ആവശ്യമില്ല. നമുക്ക് വിത്ത് എന്ന് പറഞ്ഞാൽ മതി. വിത്ത് ഫ്യൂ നോളജ് ഓഫ് ഇംഗ്ലീഷ്, അത്ര മതി. അപ്പോൾ അതിന് അർത്ഥം എന്താ? തീരെ നോളജ് ഇല്ലാണ്ടാണ്, ഒരു നോളജും ഇല്ലാണ്ടാണ് കോളേജിലേക്ക് വന്നത്. ഈ പയ്യന്മാരെല്ലാം കോളേജിലേക്ക് വന്നിരിക്കുന്നത്. ഹാവ് കം ടു കോളേജ് വിത്ത് ഫ്യൂ നോളജ്. പക്ഷേ ഇതിന് പകരം ഫ്യൂ എന്നായിരുന്നുവെങ്കിൽ കുറച്ച് നോളജുമായിട്ടാണ് വന്നിരിക്കുന്ന അർത്ഥം. ചുമ്മാ വലിഞ്ഞേറി വന്നല്ല, കുറച്ച് നോളജ്. പക്ഷേ ഇവിടെ എന്നില്ല, വെറും ഫ്യൂ മാത്രമേ ഉള്ളൂ. ഫ്യൂ നോളജ് എന്ന് പറഞ്ഞപ്പോൾ അർത്ഥം നോളജേ ഇല്ല. ഓക്കെ. എവ്രി വൺ ആർ asking for passes to the music festival at Nehru Park.
Everyone are asking for passes to the music festival at Nehru Park. Everyone എന്ന് പറയുന്നത് indefinite pronoun ആണ് നമുക്കറിയാം. It is an indefinite pronoun. അത് സിംഗുലർ ആണ്. സോ everyone is asking എന്ന് വേണം. സിംഗുലർ verb ആണ് അല്ലേ? Everyone, everybody, someone, somebody, nobody, no one, anything, something, അല്ലേ? Everything. ഇതൊക്കെ സിംഗുലർ ആണ്. So is asking for passes. Is asking for passes. There are some members who haven't paid a subscription yet. There are some members who is a relative pronoun. This relative pronoun എന്താണ്? അതിൻ്റെ ആൻറ്റിസിഡൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് റെഫർ ചെയ്യുന്ന വാക്കാരാണ് സം മെമ്പേഴ്സ്. ഇതാണ് അതിൻ്റെ ആൻറ്റിസിഡൻറ്റ്. അപ്പോൾ ഈ സം മെമ്പേഴ്സിനോടാണ് വേർബ് എഗ്രി ചെയ്യേണ്ടത്. സോ ഇറ്റ് ഷുഡ് ബി തിങ്. ഇത് കറക്റ്റാണ്. സോറി, ഇത് കറക്റ്റാണ്. ഹാവൻ പെയ്ഡ് തന്നെ പറയണ്ടേ, അത് കറക്റ്റാണ്. ഓക്കെ, സം മെമ്പേഴ്സ് ഹു ഹാവൻറ്റ് പെയ്ഡ്, അത് കറക്റ്റാണ്. പക്ഷേ ഹിസ് അല്ല, എന്താ വേണ്ടത്? ദ്യാർ എന്ന് വേണം. കാരണം ഹിസ് എന്ന് പറയുമ്പോൾ സിംഗുലർ പ്രോണോൺ ആയിപ്പോൾ നമുക്ക് ദ്യാ സബ്സ്ക്രിപ്ഷൻ എന്ന് വേണം. ദ്യാ സബ്സ്ക്രിപ്ഷൻ യെറ്റ്. There are some members who haven't paid their subscription yet. Option പോയി. Someone have walked away with my umbrella. Someone have walked away with my umbrella. Someone വീണ്ടും എന്താണ്? It's an indefinite pronoun which is singular. So has walked away. Option A. Has walked away. നന്നായിട്ടുണ്ട്. ഐ എം സോറി. Next question, 47. When the boys were playing the match, it suddenly starts raining. When the boys were playing the match, അതായത് ബോയ്സ് മാച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, പാസ്റ്റ് ടെൻസ് ആണ്. സ്റ്റാർട്ട്സ് റെയിനിങ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ്. സോ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഇറ്റ് സഡൻലി സ്റ്റാർട്ടഡ് റെയിനിങ്. ഇറ്റ് സഡൻലി സ്റ്റാർട്ടഡ് റെയിനിങ്. Suddenly started raining. Yes, option A. The publics are not satisfied with the new act. പബ്ലിക്കിൻ്റെ കൂടെ എസ് ചേർക്കേണ്ട ആവശ്യമില്ല. പബ്ലിക് എന്ന് പറഞ്ഞാൽ തന്നെ പൊതുജനം എന്നർത്ഥമാണ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ മതി. പബ്ലിക് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ന്യൂ ആക്ട്. ഓപ്ഷൻ എ. Soni take her daughter to the park in the evening in a stroller. Stroller എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടികളെ സ്ട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ആക്ച്വലി നടക്കുക എന്നർത്ഥം. ഐ മീൻ കുട്ടികളെ നടത്താനുള്ള സാധനം അല്ലേ, വാക്കറൊക്കെ പോലെ. സോ സോണി ടേക്ക് ഹെർ ഡോട്ടർ അല്ല, സോണി ടേക്സ് ഹെർ ഡോട്ടർ. ടേക്ക് അല്ല, അവിടെ ടുക്ക് എന്ന് പറഞ്ഞിട്ട് പാസ്റ്റ് ടെൻസ് ആയി പോരുത്. ഇൻ ദ ഈവനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഹാബിച്വൽ ആക്ഷൻ ആണ്. ഇറ്റ്സ് എ ഹാബിച്വൽ ആക്ഷൻ. സോ ടേക്സ് ഹാബിച്വൽ ആക്ഷൻ ആണ്. ടേക്സ് ഹെർ ഡോട്ടർ. സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണം. ഹാബിച്വൽ ആക്ഷൻ ആണ്. ടുക്കല്ല, ടേക്സ്. സോ സോണി ടേക്സ് ഹെർ ഡോട്ടർ ടു ദ പാർക്ക് ഇൻ ദ ഈവനിങ്. എടുക്കാറുണ്ട് അല്ലേ, കൊണ്ടുപോകാറുണ്ട്. ദ വെഡിങ് റിസപ്ഷൻ വിൽ ബി ഹോസ്റ്റഡ് ഇൻ മുംബൈ അറ്റ് ലേറ്റർ ഡേറ്റ് അല്ലേ. ലേറ്റ് ഡേറ്റ് അല്ല, ലേറ്റ് ആയിട്ടുള്ള സമയമല്ല, പകരം മറ്റൊരു സമയം. ലേറ്റർ ഡേറ്റ് എന്ന് പറയാം. കുറച്ചുകൂടെ വൈകിയ ഒരു സമയത്ത്. അവിടെ കമ്പാരറ്റീവ് ഡിഗ്രി വേണം. ലേറ്റർ ഡേറ്റ്. The old woman in a locality is knowing for her old hot temper. Is knowing അല്ല, എന്താ പറയുക നമ്മൾ? known എന്ന് പറയണം. known is known for her hot temper. അതായത് പെട്ടെന്ന് ചൂടാവുന്നുള്ള ആ ഒരു കാരണത്താൽ വളരെയധികം ഫേമസ് ആണ്. അതിനാണ് അറിയപ്പെടുന്നത്. ഫേമസ് അല്ല, അറിയപ്പെടുന്നത്. known for. The manager was referring about the previous instances of loss to the
എംപ്ലോയീസ് ഡ്യൂറിങ് ഹിസ് അഡ്രസ്. ഡ്യൂറിങ് ഹിസ് അഡ്രസ്. ഈ അഡ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അയാളുടെ വീട്ട് അഡ്രസ് അല്ല, പകരം എന്താണ് അഡ്രസ് എന്ന് പറയുമ്പോൾ പിന്നെ സദസ്സിനെ അയാളുടെ സ്പീച്ച് അല്ലേ, സ്പീച്ചിനെ കുറിച്ചാണ് പറയുന്നത് അഡ്രസ്. അപ്പോൾ മാനേജറിൻ്റെ സ്പീച്ചിൻ്റെ സമയത്ത് അയാൾ എന്തിനാണ് റെഫർ ചെയ്തത്? പ്രീവിയസ് ഇൻസ്റ്റൻസസ് ഓഫ് ലോസ്, അതായത് മുമ്പുണ്ടായ നഷ്ടമുണ്ടായ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം, റെഫർ ചെയ്യാം. പക്ഷേ റെഫർ എന്നതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എബൌട്ട് അല്ല യൂസ് ചെയ്യേണ്ടത്, ടു ആണ് യൂസ് ചെയ്യുക. റെഫർ ടു. റെഫർ, ദ മാനേജർ വാസ് റെഫറിങ് ടു ദ പ്രീവിയസ് ഇൻസ്റ്റൻസ്. എപ്പോഴും ഒരു കാര്യത്തിനെ റെഫർ ചെയ്യുക. ഇന്ന കാര്യം റെഫർ ചെയ്യുമ്പോൾ റെഫർ ടു എന്നാണ് പറയുക, റെഫർ എബൌട്ട് അല്ല. റെഫർ ടു. റെഫർ ടു ദ പ്രീവിയസ്, അല്ലെ, റെഫറിങ് ടു. One of the reason behind malnutrition is the improper way of food intake. One of the reason, one of the ശേഷം എപ്പോഴും പ്ലൂറൽ നൗൺ ആയിരിക്കണം വേണ്ടത്. റീസൺസ് എന്ന് വേണം പറയാം. റീസൺസ്. One of the reasons behind malnutrition. One of the reasons behind malnutrition. I told the tailor to make a new dress for me. എന്തിനാണല്ലേ should made എന്ന് പറയേണ്ട ആവശ്യമില്ല. 2 plus v1 മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 2 plus v1. To made തെറ്റാണ്. To make. To make ഇതൊക്കെ വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. സിമ്പിൾ. ഓപ്ഷൻ ഡി. ദ ലേഡി സ്റ്റാൻഡിങ് ഇൻ ദ കോർണർ ഇസ് ഫാറ്റ്. സ്റ്റാൻഡിങ് ഇൻ ദ കോർണർ. നമ്മൾ കോർണറിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ആറ്റ് ദ കോർണർ എന്ന് പറയും. അറ്റ് ദ കോർണർ. അറ്റ് ആണ് യൂസ് ചെയ്യുക. പ്രപ്പോസിഷൻ ഇസ് ആറ്റ്, നോട്ട് ഇൻ. The lady standing at the corner is fat. Lady standing at the corner is fat. Okay. My aunt sold her boutique to a billionaire. Okay. My aunt sold her boutique to a billionaire. ഇവിടെ പ്രശ്നമൊന്നുമില്ല, നോ എറർ ആണ്, നോ മിസ്റ്റേക്ക് അല്ലേ. കാരണം മൈ ആണ്ട് എന്നുള്ള സബ്ജക്റ്റ്, സോൾഡ് തന്നെ വേർബ്, ബൊട്ടിക് എന്ന് പറയുന്നത് ഓബ്ജക്റ്റ്. സോൾഡ് ടു അതും കറക്റ്റാണ്, ഒരു ബില്യണറിന് സെൽ ചെയ്തു. സോൾഡ്, സെൽ സോൾഡ്, നോ എറർ, നോ മിസ്റ്റേക്ക്. ഓൾ ദ സ്റ്റുഡൻസ് ഇസ് ഡൺ ബെറ്റർ ദിസ് ഇയർ. ഓൾ ദ സ്റ്റുഡൻസ് ഇസ് ഡൺ എന്നല്ല, വീണ്ടും ഹാസ് എന്നാണ്. സോറി, ഹാസ് അല്ല, ഹാവ് ആണ്, ഹാവ് അല്ല. ഈ ഓൾ എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ ആണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംബഡി, സംബൺസ്, നോബഡി, നോബൺ, എനിബഡി, എനിവൺ, എവറിബഡി, എനിവൺ, അല്ലേ, എവറിബഡി, എവറിത്തിങ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസിൻ്റെ കൂടെ വരില്ല ഈ ഓൾ എന്ന് പറയുന്നത്. ഓൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്ലൂറലാണ്. സോ ഓൾ ദ സ്റ്റുഡൻസ് ഹാവ്. ഹാവ് എന്ന് പറയുന്ന പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. ഹാവ് ഡൺ ബെറ്റർ ദിസ് ഇയർ. ഹാവ് ഡൺ ബെറ്റർ ദിസ് ഇയർ. Rakesh is foolish to said such things. 2 plus v1. 2 plus v1. To say such things. Is foolish to say something, such things. Is singular, I mean plus present. Option A. Present ആണ്. To say such things. To say such things. Aryan told Sriram, don't worry, I can be able to climb that tree to reach the fruit. അപ്പോൾ ആര്യൻ ശ്രീറാമിനോട് പറയാം, don't worry, I can be able. ഈ can be able എന്തായാലും മിസ്റ്റേക്കാണ്. ക്യാൻ ബി ഏബിൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ മലയാളീസ് അധികം ഉപയോഗിക്കാറില്ല, പക്ഷേ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാറ്. ക്യാൻ ബി ഏബിൾ. ഐ ക്യാൻ ക്ലൈംബ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം ഏബിൾ ടു ക്ലൈംബ്. ഐ ക്യാൻ ക്ലൈംബ് എന്ന് പറഞ്ഞാൽ മതി. ഐ ക്യാൻ ക്ലൈംബ് ദാറ്റ് ട്രീ ടു റീച്ച് ദ ഫ്രൂട്ട്. അല്ലെങ്കിൽ ഐ ആം ഏബിൾ ടു. ഐ ആം ഏബിൾ ടു ക്ലൈംബ് എന്ന് പറയാം, രണ്ടും പറയാം. Option A. Have I ever told you what lovely pickles my grandmother used to make when she was in വിശാഖപട്ടണം? വിശാഖപട്ടണത്തിലുള്ള സമയത്ത് എൻ്റെ ഗ്രാൻഡ് അവർ എത്ര നല്ല മനോഹരമായ ലവ്ലി പിക്കിൾസ് ആയിരുന്നു, അച്ചാറായിരുന്നു ഉണ്ടാക്കിയല്ലേ. യൂസ് ടു മേഡ് ആണല്ലേ, യൂസ് ടു മേക്ക് എന്ന് വേണം. അതുപോലെ തന്നെ യൂസ്ഡ് ടു എന്നാണ് പറയുക. നമ്മൾ ചില സമയത്ത് നമുക്ക് ഐ യൂസ് ടു എന്ന് പറയാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. ഐ യൂസ് ടു ഗോ ഫോർ എ വാക്ക് എവറി മോർണിംഗ്. തെറ്റാണ്. ഐ യൂസ്ഡ് ടു എന്ന് വേണം പറയാം. ഐ യൂസ്ഡ് ടു, അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു മേക്ക് അല്ലേ. ഓപ്ഷൻ എവിടെയാണ്? ഓപ്ഷൻ ബി. The Commonwealth Games had a grand opening ceremony with spectacular cultural performings എന്ന് പറയില്ല, പെർഫോമിങ്സ് ഇല്ല. പെർഫോമിങ്സ് എന്ന് ഇതിൻ്റെ നൗൺ ഫോം പെർഫോമൻസസ് എന്നേ ഉള്ളൂ. പെർഫോമിംഗ് ഇസ് നോട്ട് ദ പ്രോപ്പർ നൗൺ ഫോം, ഇറ്റ് ഇസ് പെർഫോമൻസസ്. ഓപ്ഷൻ
cultural performances. My domestic help was taking ill the day I had a party in my house. My domestic help. ഈ ഡൊമസ്റ്റിക് ഹെൽപ്പ് എന്ന് പറഞ്ഞത് അർത്ഥം വീട്ടുജോലി ചെയ്യുന്ന ആൾ, വീട്ടുജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരി. വാസ് ടേക്കിംഗ് ഇൽ. ഓക്കെ, ദ ഡേ ഐ ഹാഡ് എ പാർട്ടി ഇൻ മൈ ഹൗസ്. ടേക്കിംഗ് ഇല്ല് കറക്റ്റാണ്, വാസ് ടേക്കിംഗ് ഇല്ല് കറക്റ്റാണ്. ദ ഡേ ഐ ഹാഡ് എ പാർട്ടി ഇൻ മൈ ഹൗസ്. ഓക്കെ, അറ്റ് മൈ ഹൗസ് എന്ന് പറയാം, പാർട്ടി അറ്റ് മൈ ഹൗസ് അല്ലേ, അത് പറയാം. ഓപ്ഷൻ ഡി. Was taking ill the day I had a party at my house. In my house എന്ന് പറയാം, ഇന്നും അറ്റു ആയാലും പ്രശ്നമൊന്നുമില്ല. At my house. Okay. The neighborhood were getting disturbed with the loud music that was playing at the wedding party in the big bungalow. Neighborhood where? Allah was. Neighborhood was getting disturbed. Was getting disturbed. Neighborhood എന്ന് singular ആണല്ലേ. The park was well lighted at night, but it was deserted. So it was a bit scared. It was a bit scary. So it was a bit scary. Scary. Option. A Delhi-bound aircraft has to make an emergency landing at Mumbai airport as a woman passenger suddenly developed a serious breathing problem. See, developed a serious breathing problem. അപ്പോൾ കഴിഞ്ഞു, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. സംഭവം ആക്ഷൻ ഇസ് ഓവർ. സോ ഹാസ് എന്ന് പറയാൻ പറ്റില്ല, ഹാഡ്. ചെയ്യേണ്ടി വന്നു, ഹാഡ് ടു. ഹാസ് ടു എന്ന് പറയുമ്പോൾ ചെയ്യണം എന്നാണ്. According to the environmental activists, demolition of unauthorized apartment complexes became a lesson for land encroachers. തെറ്റാണല്ലേ. Are becoming അല്ലെങ്കിൽ have become അല്ലെ. അപ്പാർട്ട്മെന്റ് കോംപ്ലക്സസ് demolition demolition ആണ് പറഞ്ഞത്. അപ്പോൾ demolition ആണ് സബ്ജക്റ്റ്, സോ ആർ അല്ല. has become എന്ന് പറഞ്ഞാൽ has become a lesson. Option B. I learned to adapt quickly to new schools because we moved to new places quite frequent അല്ല, എന്താ പറയുക, quite frequently. Frequent എന്ന് പറഞ്ഞാൽ adjective ആണ്, നമുക്ക് വേണ്ട adverb ആണ്. Frequently. Moved frequently. Moved എന്ന് പറയുന്ന verb-നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന adjective ആണ് വേണ്ട, frequently. Option C. So that's it. That was our last and final question of the session as well as എൻ്റെ Unacademy സെഷനിലെ അവസാന ക്വസ്റ്റ്യൻ ആയിരുന്നു, അവസാന സെഷനാണ്. Unacademyൻ്റെ അവസാനത്തെ ക്ലാസ് ആയിരുന്നത്. ഓക്കെ, സോ താങ്ക് യു ഓൾ ഫോർ പിന്നെ വാച്ചിങ് മൈ ക്ലാസ്സസ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ്സിൽ വെബ്സൈറ്റിൽ അല്ലെ, Unacademy ആപ്പിൽ വെബ്സൈറ്റിൽ നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്ത ആളുകൾ, ക്ലാസ് കണ്ട ആളുകൾ എല്ലാവരോടും നന്ദി പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത ആളുകളൊക്കെ പ്രത്യേകിച്ച് നന്ദി പറയുക. അപ്പോൾ ഈ ക്ലാസ് എത്ര കാലം യൂട്യൂബിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ ഈ ക്ലാസ്സുകൾ എത്ര ഉണ്ടാവുന്നല്ല. പക്ഷേ ഈ പറയുന്ന ക്ലാസ്സുകളെല്ലാം വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് കാണുന്നത് വെച്ചാൽ എനിക്കറിയില്ല. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. നിങ്ങൾ SSC ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ്, ഈ പറഞ്ഞിരിക്കുന്ന സെഷൻസ് എല്ലാം SSCയുടെ എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന സെഷൻസ് ആണ്. അത് എന്തായാലും നിങ്ങൾക്ക് ഗുണമാവും. എപ്പോഴെങ്കിലും വൊക്കാബുലറിനെക്കാളും കൂടുതലായിട്ട് ഗുണമാവുന്നത് നമ്മുടെ ഗ്രാമർ പാർട്ടായിരിക്കും. സോ താങ്ക് യു ഓൾ. ആൻഡ് എക്സാമൊക്കെ നന്നായിട്ട് എഴുതുക, നന്നായി പഠിക്കുക, നല്ല ജോലി എത്തുക. സോ ഓൾ ദ ബെസ്റ്റ് ടു എവ്രി വൺ വാച്ചിങ് ദിസ് ക്ലാസ്. എല്ലാവരോടും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ